ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ണിയപ്പമാണ് കേട്ടോ. നമ്മളിതിലേക്ക് പഴമോ അപ്പസോഡയോ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനൊരു 3/4 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും പകുതി മാത്രമേ ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരപ്പാവാണ്. ഒരു 300 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്ത് അതൊന്ന് അരിച്ചൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു 5 or 6 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏലക്കായ ആയതുകൊണ്ടാണ് ഞാൻ ഈ അരി അരക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്യപ്പത്തിനൊക്കെ അരക്കുന്ന പോലെ ഒരുപാട് തരികളൊന്നും വേണ്ട, എന്നാലും കുറച്ചൊക്കെ വേണമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള അരി കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ ഒരു പാത്രം ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ശർക്കര പാവ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, എന്നാൽ ടൈറ്റായിട്ട് അങ്ങനെയും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഒരു 4 മണിക്കൂർ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് തേങ്ങ കൊത്തൊന്നിട്ട് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് തേങ്ങ കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നെയ്യിൽ നിന്നതൊന്ന് കോരി മാറ്റണം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് ഒന്നും കൂടി അതൊന്ന് ടൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പത്തിനുള്ള ചട്ടി ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ തേങ്ങ കൊത്തൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള നെയ്യുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി ഓയിലും പകുതി നെയ്യും അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അത് ഒഴിച്ച് കൊടുത്ത് ഒരു മിനിറ്റ് ആയതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗവും രണ്ട് സൈഡും ഒരേപോലെ ഒരു ബോൾ ഷേപ്പിലായി വരും. ഇതുപോലെ ഒന്നായി വരുന്ന സമയത്താണ് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി വന്ന സമയത്ത് ഞാനതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്നത് പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കളർ മാറി ഉൾഭാഗമൊന്നും വേവാതെ ആയിപ്പോവും. ഇനി ബാക്കിയുള്ള ബാറ്റർ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളതും ചെയ്യുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇത് അടിഭാഗം നന്നായിട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ രണ്ട് സൈഡും ഒരുപോലെ ഒരു ബോൾ പോലെ ആയി കിട്ടൂല കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ ഒരു ബോൾ രൂപത്തിൽ ആയി കിട്ടും കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചോറാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, രണ്ട് സൈഡും ഒരുപോലെ ആയി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. രണ്ട് സൈഡും ഒരുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത്.